തിരുവനന്തപുരം ചിറയൻകീഴിൽ പാമ്പുകടിയേറ്റ് 8 വയസ്സുകാരന് ദാരുണാന്ത്യം. അഴൂർ സ്വദേശി ദീക്ഷിലാണ് മരിച്ചത്. രാത്രി ഉറങ്ങിക്കിടന്നപ്പോൾ മൂർഖൻ പാമ്പ് കടിക്കുകയായിരുന്നുവെന്നാണ് വിവരം. വീടിനകത്തുനിന്നും പാമ്പിനെ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. സാന്ത്വന സാജു വീട്ടിലുണ്ട്. സാന്ത്വന, വീടിന് ചുറ്റും ചെടികൾ നിറഞ്ഞിരിക്കുകയാണോ? കാട്ടുപ്രദേശമൊക്കെ സമീപത്തുണ്ടോ? എന്താണ് ഈ പാമ്പ് വരാനുള്ള സാഹചര്യമാണോ അവിടെയുള്ളത്? ആ വീടിന്റെ ദൃശ്യമാണ് കാണുന്നത്. കനത്ത ചൂടിൽ നിലത്ത് കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാനാകുന്നത്. നേരത്തെ മരിച്ച തൃശ്ശൂരിലെ കുട്ടിയും അതേപോലെ സംഭവം തന്നെ, അതേ സമാനമായ സംഭവം തന്നെയാണ്. നിലത്ത് കിടന്നുറങ്ങുമ്പോഴാണ് രാത്രി പാമ്പ് കടിയേറ്റത്. ഒരു കൊച്ചു വീടാണ്. വീട്ടിലെ സാഹചര്യം കാണാനാകുന്നത്. സാന്ത്വന, എന്താണ് ഇപ്പോൾ അവിടെ കാണാനാകുന്നത്? സ്മൃതി, നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിറയൻകീഴുള്ള ദിക്ഷലിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. ഈ കാണുന്നതാണ് വീട്. നമ്മളിപ്പോൾ നിൽക്കുന്നത് വീടിൻ്റെ പുറകുവശത്തായിട്ടാണ് നിൽക്കുന്നത്. ഈ വീട്ടിലെ ഈ കാണുന്ന മുറിയിലാണ്. നമുക്ക് അതിനകത്തേക്ക് കയറാൻ പരിമിതികളുണ്ട്. കാരണം അവിടെ മറ്റാളുകളൊക്കെ മരണമറിഞ്ഞു വന്ന ആളുകളൊക്കെ തന്നെ വീടിനകത്തുണ്ട്. വളരെ ചെറിയൊരു വീടാണെന്നുണ്ട് അതിനകത്തേക്ക് കയറാൻ നമുക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഈ മുറിയിലാണ് എന്തായാലും ദിക്ഷലിൻ്റെ സഹോദരിയും, ദിക്ഷലിനെക്കാട്ടിലും 2 വയസ്സ് ഇളയതാണ് ആ കുട്ടിയും അച്ഛനും അമ്മയും കിടന്ന് ഉറങ്ങിയിരുന്നത്. ദിക്ഷലിൻ്റെ അച്ഛൻ്റെ അമ്മ കൂടി ആ സമയത്ത് ഈ വീട്ടിലുണ്ടായിരുന്നു. ഇവർ ഇത്ര പേരാണ്, 5 പേരാണ് ഈ വീട്ടിൽ താമസിക്കുന്നത്. ആ സമയത്താണ് ഈ കുഞ്ഞിനെ പാമ്പ് കടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്ന് രാവിലെ തന്നെ ഈ കുഞ്ഞിനെ ആശുപത്രിയിലേക്കൊക്കെ മാറ്റിയതിന് ശേഷം ഈ വീട്ടിലുള്ള ആളുകൾ എല്ലാവരും ചേർന്ന് ഇവിടെ പരിശോധനയൊക്കെ നടത്തിയിരുന്നു. അപ്പോൾ നമുക്ക് കാണാം, ഈ ഭാഗത്ത് നിന്നാണ് പാമ്പിനെ പിടികൂടിയിരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അപ്പോൾ ബന്ധുക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത്. രാവിലെ ഈ പരിസരമൊക്കെ തന്നെയും വൃത്തിയാക്കി ഇവിടേക്ക് പാമ്പോ മറ്റോ ഉണ്ടോ എന്ന് നോക്കിയിരുന്നു. അങ്ങനെ ആ സമയത്താണ് ആ പാമ്പിനെ കണ്ടെത്തുവാൻ സാധിച്ചിരിക്കുന്നത്. നമ്മളിനി ആ പാമ്പിലേക്ക് വരികയാണെങ്കിൽ പാമ്പിനെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ ചേർന്ന് തല്ലിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ പാമ്പിനെ തല്ലിക്കൊന്ന ശേഷം ഇവിടെ ഒരു കുപ്പിയിലിട്ട് ആദ്യ സ്മൃതി അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ കാണാം, ഈ കുപ്പിക്കകത്തിട്ട് പാമ്പിനെ വെച്ചിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഒരു മൂർഖൻ പാമ്പ് തന്നെയാണ് ഇത്. ഇന്ന് രാവിലെ ഒരു 9-10 മണിയോടുകൂടി തന്നെയാണ് ഇവിടുത്തെ പരിശോധനകൾക്കൊടുവിൽ ആ പാമ്പിനെ കണ്ടെത്തുവാൻ വേണ്ടി സാധിച്ചത്. ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ചേർന്ന് ആ പാമ്പിനെ എന്തായാലും തല്ലിക്കൊല്ലുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് കാണാം, കുറച്ചധികം ഒരു വലിയ പാമ്പ് തന്നെയാണ്, വലിയ മൂർഖൻ പാമ്പ് തന്നെയാണ് കുഞ്ഞിനെ കടിച്ചിരിക്കുന്നത്. അത്ര കെട്ടുറപ്പുള്ള ഒരു വീടാണെന്നൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല സ്മൃതി. കാരണം പലയിടങ്ങളിലും നമുക്ക് പാമ്പിനൊക്കെ അകത്തേക്ക് കയറാൻ കഴിയുന്നത് ഇവിടെയൊക്കെ നോക്കിയാൽ കാണാം. ഷീറ്റും അതുപോലെ തന്നെ തടിയും ഒക്കെ വെച്ച് ഉണ്ടാക്കിയ വീടാണ്. പലയിടങ്ങളിലൂടെയും പാമ്പുകൾക്കും ഇഴജന്തുക്കൾക്കും ഒക്കെ കയറാനുള്ള സാഹചര്യമുള്ള ഒരു വീട് കൂടിയാണ്. അതുപോലെ തന്നെ തൊട്ടടുത്തൊക്കെ തന്നെയും കായലിൻ്റെ പ്രദേശമാണ്, ചതുപ്പാണ്, നിറയെ തെങ്ങും ഒക്കെ നിൽക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥലമാണ് ഇത്. നമുക്കിനി ഈ കുഞ്ഞിൻ്റെ അമ്മയുടെ അച്ഛൻ ഉണ്ട്, നമുക്ക് അദ്ദേഹത്തോടു കൂടി ഒന്ന് സംസാരിക്കാൻ തോന്നുന്നു. എപ്പോഴാണ് ഈ സംഭവം അറിയുന്നത്? എപ്പോഴാണ് ഈ സംഭവം അറിയാൻ ഞാൻ 11 മണിയൊക്കെ. എപ്പോഴാണ് കുഞ്ഞ് എന്താണ് പറഞ്ഞത് എന്നെന്തെങ്കിലും അറിയും? ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ കുഞ്ഞും അവരെല്ലാം കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പോൾ കൊച്ചിനെന്തോ ഒരു കാലിനെന്തോ ഒരു തരിപ്പും ഇതായിട്ടൊക്കെ ഒന്ന് ബ്ലഡിൻ്റെ ഉണ്ടായിരുന്നെന്ന് പറയണം. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, താലൂക്ക് ആശുപത്രി കൊണ്ടുപോയിട്ടാണ് പിന്നെ മെഡിക്കൽ കോളേജിൽ അപ്പോഴത്തെ പിന്നെ അതെപ്പോഴും തന്നെ. നിലത്താണോ കിടന്നുറങ്ങിയത്, കട്ടിലാണോ? കട്ടിൽ തന്നെ. അവരെല്ലാവരും ഇത് ചെറിയ റൂം ഇപ്പോൾ കാണിക്കാൻ പറ്റില്ല, അവരെല്ലാം ഒരു ഇതായിട്ട് ഇരിക്കുന്നത്. അപ്പോൾ ആ റൂമിനകത്ത് അവരെങ്ങനെ കിടക്കുന്നത് വെച്ചാൽ നമുക്ക് പറയാൻ ആക്കൂലല്ലേ. അച്ഛമ്മയുടെ കൂടെ തറയിലാണോ കിടന്നത്? ചെറിയൊരു കട്ടിലുണ്ട്, ആ കട്ടിലാണ് അച്ചാമ്മയുടെ കൂടെ ഈ കട്ടിലാണ് കിടന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ കുഞ്ഞു വേദനയാണെന്ന് അറിയിച്ചപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി. പാമ്പ് കടിച്ചതാകാം എന്നൊരു സംശയം ഉണ്ടായിരുന്നു ആ സമയത്ത്. അത് പിന്നെ അവിടെ ചെന്നപ്പോൾ സ്ഥിരീകരിച്ചതെന്നറിയില്ല. എന്തായാലും ഈ പാമ്പ് ഇവിടെ വേറെ ഒരു കടിക്കായിട്ടൊരിതില്ല. അപ്പം പെട്ടെന്ന് കാലൊക്കെ നീരായെന്നാണ് പറയുന്നത്. കാല് നീരായ പിന്നെ അത് കൊണ്ടുപോയിട്ട് പിന്നെ ജീവൻ രക്ഷിക്കാൻ. പാമ്പിൻ്റെ ശല്യമൊക്കെയുള്ള പ്രദേശമാണ്, കാരണം ചതുപ്പാണ്, ഇവിടെ കായലിൻ്റെ പ്രദേശം കൂടിയാണെന്ന് തോന്നുന്നു. ഇതിപ്പം കായലിൻ്റെ പ്രദേശം കൂടെയാണ്. പക്ഷേ ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു. ഈ മരം 2 ദിവസം മുമ്പേ മുറിച്ചായിരുന്നു. 2 ദിവസം കൊണ്ട് ഈ ശബ്ദം കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മിക്കവാറും ഓടി ഇതിനകത്ത് കയറിയാലാവാം. ഇതുവരെ ഇങ്ങനെ ഒന്നും ഈ ഏരിയയിൽ ഇങ്ങനെ ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ കയറിയതാവാം. അപ്പോൾ നമ്മൾ വന്ന് വെറുതെ നിന്നപ്പോഴത്തേക്കാണ് ഈ കല്ലൊക്കെ ഇളക്കി നോക്കിയപ്പോഴാണ് വാല് കണ്ടത്. പിന്നെ അപ്പോഴത്തന്നെ സ്മൃതി, ആ മരം മുറിച്ചത് നമുക്കൊന്ന് കാണാൻ തോന്നുന്നു. സ്മൃതി, ഈ വീടിൻ്റെ തൊട്ടടുത്തായിട്ടാണ് സ്മൃതി, ഒരു 50 മീറ്റർ മാറിയാണ് അവിടെ ഒരു വലിയ മരം ഉണ്ടായിരുന്നു. ആ മരം 2 ദിവസം കൊണ്ടാണ് ആ മരം മുറിച്ച് തീർത്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ മരം മുറിക്കുന്ന ശബ്ദവും കാണാതെ ആ മരത്തിൻ്റെ തടി കഷ്ണങ്ങളൊക്കെ ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ട്. അപ്പോൾ ആ മരം മുറിച്ച ശബ്ദമൊക്കെ കേട്ടുകൊണ്ട് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഇരുന്ന പാമ്പ് ഈ വീട്ടിലേക്ക് ഇഴഞ്ഞു വന്നതാകാനുള്ള സാധ്യത തന്നെയാണ് ഉള്ളതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് നമുക്ക് കാണാൻ സ്മൃതി, ഒരു ഇഴജന്തുക്കളൊക്കെ വന്നാൽ ഇതിനകത്തേക്ക് ഇഴഞ്ഞു കയറാൻ കഴിയുന്ന പല സ്ഥലങ്ങളും ഇവിടെയുണ്ട്. കാരണം അത്രയും നമുക്ക് കാണാം, വലിയ
കെട്ടുറപ്പുള്ള ഒരു വീടൊന്നുമല്ല, ചെറിയ ഒരു വീടാണ്. അത് ഇത്തരത്തിൽ തകര ഷീറ്റുകളും അതുപോലെ തന്നെ ഇങ്ങനെ ഫ്ലൈവുഡിൻ്റെ ഷീറ്റുകളും ഒക്കെ വെച്ച് ഉണ്ടാക്കിയ ഒരു വീടാണ്. മറ്റൊന്നും കയറാതിരിക്കാൻ വേണ്ടി കട്ടയും കാര്യങ്ങളുമൊക്കെ വച്ചിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്കറിയാം, വലിയ കെട്ടുറപ്പില്ലാത്ത ഒരു വീട്ടിലേക്ക് പാമ്പിന് ഇഴഞ്ഞു കയറാൻ കഴിയുന്ന പല വഴികളുമുണ്ട്. ഇങ്ങോട്ടേക്കൊക്കെ വന്നാൽ നമുക്ക് കാണാൻ സ്മൃതി ഇതിനിടയ്ക്കൂടെയൊക്കെ ഈ പല ഇത്രയും സ്ഥലം ഇതിനിടയ്ക്കുണ്ട്. അപ്പോൾ ഇതിലേക്ക് വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും പാമ്പിന് ഇതിനിടയ്ക്കൂടെ ഇഴിഞ്ഞ് കയറാനുള്ള ഒരു സ്ഥലമുണ്ട്. പാമ്പെന്നല്ല, ഏത് ജീവി വന്നാലും ഇത്രയും അധികം സ്ഥലം ഇവിടെയുണ്ട്. അതിന് കയറാനുള്ള ഒരു സാധ്യതയും ഉണ്ട്. പിന്നെ വലിയ ചൂടാണ്, ഇത് ഷീറ്റിട്ട വീടാണ്. അതുകൊണ്ട് ഈ പരിസരത്തേക്കൊക്കെ വരുന്ന പാമ്പുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ചെറിയൊരു തണുപ്പ് തേടി ഇതിനകത്തേക്കൊക്കെ കയറാനുള്ള സാധ്യതയുണ്ട്. ഈ വീട്ടിൽ 5 പേരാണ് ഈ സംഭവം നടക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. ഈ കുഞ്ഞിൻ്റെ അച്ഛനും അമ്മയും, ഈ കുഞ്ഞും ഈ കുഞ്ഞിൻ്റെ ചേച്ചിയും, അതുപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ അച്ഛമ്മയുമാണ് ഉണ്ടായിരുന്നത്. ഈ കുഞ്ഞ് ഈ മുറിയിൽ അച്ഛമ്മയോടൊപ്പം കിടക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്. ഇവിടെ നിന്ന് ആ ചേച്ചിമാരൊക്കെ തന്നെയും പറഞ്ഞത്. അപ്പോൾ ആ സമയത്ത് പാമ്പിഴഞ്ഞു വന്ന് കുഞ്ഞിനെ കടിച്ചതാകാനുള്ള ഒരു സാധ്യത തന്നെയാണുള്ളത്. കുഞ്ഞ് തന്നെയാണ് കാലിൽ എന്തോ കടിച്ചു എന്നുള്ള വിവരം ആദ്യം കുടുംബത്തോട് പറയുന്നത്. അപ്പോൾ തന്നെ അവർ ആ കാല് പരിശോധിക്കുന്നു, കാലിൽ മുറിവ് കാണുന്നു. അപ്പോൾ എന്തോ കടിച്ചതാണ് എന്ന് വീട്ടുകാർക്കും മനസ്സിലാകുന്നു. അങ്ങനെ തൊട്ടടുത്ത താലൂക്ക് ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോവുകയാണ്. അവിടെ ചെന്നപ്പോഴാണ് സങ്കടകരമായ കാര്യം തന്നെയാണ് കുഞ്ഞിന്റെ മരണം. അത് പാമ്പ് കടിയാണ് എന്നറിഞ്ഞത് വൈകിയാണ്. ആശുപത്രിക്കാർ വേണ്ടത്ര ജാഗ്രത പുലർത്തിയില്ല എന്നാണ് വീട്ടുകാർ പരാതിപ്പെടുന്നത്.